അടുത്ത ആളാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് അനുമോൾ. അതെ, ഭയങ്കരമായിട്ട് സ്റ്റാർ മാജിക്കിലൂടെ വന്ന് ഞാൻ അതിനുമ്പ് സീരിയലുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ സ്റ്റാർ മാജിക് ചെയ്തപ്പോഴാണ് കൂടുതൽ പോപ്പുലർ ആയത്. ഈ അനുമോള് വന്നപ്പോ തന്നെ ലാലേട്ടനും ഒന്ന് ട്രോൾ ചെയ്യാറുന്നു, ഈ പറയുന്ന അനീഷ് ടീയും ഒന്ന് ട്രോൾ ചെയ്യാറുന്നു അനുമോളിനെ വന്നപ്പോ. കരച്ചിലോളി. അതെ, ലാലേട്ടൻ അങ്ങനെ ചോദിച്ചു. അനീഷ് ചോദിച്ച കാര്യം എന്താ, ഇതില് ഷോയില് കാണുന്ന ഭംഗി നേരിട്ട് കാണാനില്ല എന്നൊക്കെ ഓപ്പൺ ആയിട്ട് ട്രോളി പുള്ളി. അപ്പൊ തന്നെ അവളുടെ മുഖമൊക്കെ ഒന്ന് മാടി. അപ്പൊ തന്നെ ഒരു തീരുമാനം കരച്ചിലൂടെ തുടക്കത്തെ കരച്ചിൽ അവിടെ തന്നെ ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇല്ല, ആള് ഭയങ്കര ഇപ്പൊ ഒരു ജോളി ആയിട്ട് നിൽക്കുന്നുണ്ട്. മേ ബി അപ്പൊ നമുക്ക് അനുമോൾക്ക് ഈ സീസണിൽ ഒരു പേരുണ്ടല്ലോ, കരച്ചിലോളി ആയിരിക്കാം. നമുക്ക് വരുന്ന എപ്പിസോഡ്സിൽ അറിയുള്ളൂ. അല്ല, എന്തായാലും കരയും. ആഴ്ചയിൽ 3 തവണയെങ്കിലും ഞാൻ കരച്ചിൽ പ്രതീക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്നു അനുമോൾ ഇപ്പൊ ഫസ്റ്റ് കണ്ടപ്പോ ഇച്ചിരി കൂടെ മാറ്റി. ഇപ്പൊ ഓൾറെഡി എല്ലാവരും കരിച്ചിലോളി കളിയാക്കുന്നുണ്ട്. മേ ബി മാറ്റി കളിക്കാലോ. അതിനുള്ളൊരു ഗട്ട്സ് അല്ലെങ്കിൽ സെൻസിറ്റീവ് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല പുള്ളിക്കാരിക്ക്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ. ആര്യന്റെ കൂടെ നമ്മള് ആര്യന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലില്. പിന്നെ സനയായിട്ട് 3-4 വർക്ക് ചെയ്തിട്ടുണ്ട്. മോഡലാണ്. എനിക്ക് തോന്നിയൊരു കാര്യം, ആര്യൻ ഈ സീസണില് ലവ് സ്ട്രാറ്റജി പിടിക്കാൻ പറ്റിയ ബെസ്റ്റ് ആളാണ് ആര്യൻ. ആരെ ലവ് ചെയ്യും? അതെ, ആരെ ലവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഗേൾസ് ഉണ്ട്, പക്ഷെ നമുക്കറിയില്ല. മിക്കവരും മാരീഡും അങ്ങനെയൊക്കെ ആയവരാണ്. എനിക്ക് തോന്നുന്നു ആര്യൻ മോഡലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മിക്കവാറും പുറത്തും റിലേഷൻ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ സീസണില് നമ്മുടെ ഗബ്രിയുടെ ഒരു സ്ഥാനത്തേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരാളാണ്. പക്ഷെ ആരും സിംഗിൾ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ലവ് സ്ട്രാറ്റജി ആണോ എന്നുള്ളത്. അല്ല, എനിക്ക് കഴിഞ്ഞ സീസൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗബ്രി ആയിട്ടാണ് എനിക്ക് കുറച്ചുകൂടി അതെ, വന്നവരിൽ കുറച്ചും കൂടി യങ് ആ ഒരു എനർജി ഉള്ളത് ആര്യനാണ്. നേരിട്ട് പരിചയമുള്ളത് കൊണ്ടും എന്താ പറയാ, ഇവൻ ഭയങ്കര ബോൾഡ് ആണ്, പിന്നെ എക്സ്ട്രോവേർട്ട് ആണ്, എന്തും തുറന്നു പറയുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഫ്രണ്ട്ലി ഒക്കെയാണ്. അപ്പൊ മേ ബി ലവ് സ്ട്രാറ്റജിക്ക് ചാൻസ് ഉള്ള ഒരാളാണ് ആര്യൻ എന്ന് എനിക്ക് തോന്നിയത്, ആര്യൻ കട്ട്. അപ്പൊ പുള്ളിയുടെ നമുക്ക് നല്ലൊരു ഗെയിം പ്രതീക്ഷിക്കാം. യെസ്, ഷുവർ. അടുത്തത് സരികയാണ്, നമ്മുടെ സീരിയൽ ആക്ട്രസ്, മിമിക്രി, സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്ന ആള്. എനിക്ക് സിനിമകളും ചെയ്തിട്ടുണ്ട്. വാച്ചി ആള് പറഞ്ഞൊരു കാര്യം ശരിയാണ്. നമുക്ക് എല്ലാവർക്കും സരിക എന്ന് പറയുന്ന പല ക്യാരക്ടേഴ്സിലൂടെ പരിചയമാണ്. പക്ഷെ ഒരിക്കലും ആളെന്താ റിയൽ എന്നുള്ളത് നമുക്കറിയത്തില്ല. ബിഗ് ബോസ് ആളും അതാ പറഞ്ഞത്, സരിക എന്ന പേരിൽ എനിക്കൊരു ഷോയില് വരണം. അപ്പൊ സരിക എന്ന പേരിലാണ് ഇപ്പൊ ബിഗ് ബോസിൽ വരാൻ പോണത്. ഇപ്പൊ നമുക്കറിയില്ല, എപ്പോഴും നോക്കുമ്പോൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാര്, കഴിഞ്ഞ പ്രാവശ്യം ലക്ഷ്മി, അങ്ങനെ കുറെ പേര് വന്നപ്പോഴും അവര് വേറൊരു ടൈപ്പാണ്. കുറച്ചും കൂടി ഉപദേശം, അല്ലെങ്കിൽ മഞ്ജു അവരൊക്കെ വന്നപ്പോ ഉപദേശം, കെയറിങ്, അങ്ങനത്തെ ഒരു സിസ്റ്റം ഫിഗർ ആയിരുന്നു. അത്യാവശ്യം പ്രായമായ ഒരാളെ വെക്കാറുണ്ട്, ഒരു എല്ലാവരുടെ ഒരു നോക്കി നടത്താനും കാര്യങ്ങളൊക്കെ നോക്കാൻ. ഇപ്പൊ ഇവരിൽ വെച്ച് നോക്കുമ്പോ കുറെ കുഞ്ഞി പിള്ളേരുണ്ടെങ്കിലും ഇച്ചിരി കൂടി സീനിയോറിറ്റിയിൽ വരുന്ന ഒരാളാണ് സരിക. ആകെ 2 പേരുണ്ട്, അതിൽ ഒരാളാണ് ഇത് സരിക. ബാക്കി എല്ലാവരും ഇച്ചിരി കൂടി യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ സരിക മേ ബി ഒരു സിസ്റ്റർ ഫിഗർ പോലെ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അറിയില്ല നമുക്ക് സ്ട്രോങ് ആയിരിക്കും, കാരണം ഇതുവരെ വന്ന ആ ഒരു സീനിയോറിറ്റിയിൽ വരുന്ന ടീംസ് എല്ലാം ഒരാളെങ്കിലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കാറുണ്ട്. അല്ല, പുള്ളിക്കാരി അത്യാവശ്യം ബോൾഡാണ്. പുള്ളിക്കാരുടെ ഇപ്പൊ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. നമ്മൾ പല പ്രോഗ്രാംസും കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരി സംസാരിക്കുന്നതാണെങ്കിൽ ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം വരുന്ന എപ്പിസോഡ്സിലായിരിക്കും എങ്ങനെ ആയിരിക്കും അവർ കളിക്കാന്നത് അറിയുന്നത്.